ഹലോ ഫ്രണ്ട്സ്, നമ്മളെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചീരയാണ് കുപ്പച്ചീര എന്ന് പറയും. ഇത് പണ്ട് കാലത്ത് നമ്മൾ തൊടിയിലൊക്കെ പോയാൽ കാണാൻ പറ്റും, പറമ്പിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഈ പശുവിനെ കെട്ടുന്ന വീട്ടിലൊക്കെയാണ് കൂടുതലും ഇത് നമ്മൾ കണ്ടുവരുന്നത്. അല്ലാതെ നമ്മൾ വളരെ കാണാൻ കുറവാണ്. ഈ ചാണകത്തിൽ നിന്ന് ചാണകം ഒക്കെ പശു പുല്ല് നിന്നിട്ട് കൊണ്ടുവരുമ്പോൾ ചാണകത്തിൽ നിന്നൊക്കെ വളർന്നു വരുന്നതാണ്. അങ്ങനെ നമ്മൾ പറമ്പ് കൂടുതൽ കാണാറുണ്ട്. പിന്നെ ചില പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പല സ്ഥലത്ത് നോക്കുമ്പോൾ ഇത് കാണത്തില്ല. ഇതിനിപ്പോൾ മുള്ളുള്ള ചീരയൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ചീരകളുണ്ട്. മൈപ്പിലി ചീര, അങ്ങനെ കുറേ ഐറ്റം ചീരകളുണ്ട്. പച്ചച്ചീര, ചുവന്ന ചീര, സുന്ദരി ചീര, അങ്ങനെ പല പല ചീരകളുണ്ട്. പക്ഷേ ആ ചീരയെക്കാളും വെറൈറ്റിയാണ് ഈ ചീര. ഇത് നമ്മൾ ഒരു ദിവസം ഒരിക്കൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേ വയ്ക്കത്തുള്ളൂ. ഇത് മേടിക്കാൻ മാർക്കറ്റിൽ കിട്ടത്തില്ല. നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീര അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ ചീര നമ്മൾ മാർക്കറ്റിൽ കാണാറില്ല. ഇത് കൂടുതലും തൊടിയിലൊക്കെ ഉണ്ടാകുന്നതാണ്, നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. അല്ലാണ്ട് ആരും ഇത് വെച്ച് പിടിപ്പിക്കത്തില്ല. ഞാനിപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് പിടിച്ചു വന്നതാണ്. അങ്ങനെ നമ്മൾ പല വീട്ടിലും കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി ഇനത്തിൻ്റെയാണ്. ഇപ്പോൾ നമ്മളങ്ങനെ പലതും കാണാറില്ല. പിന്നെ പണ്ടൊക്കെ ചെടി വയ്ക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് വളർന്നു വരും. അപ്പോൾ നമ്മൾ പിഴുത് കളയുക ചെയ്യുക. അത് വയ്ക്കാറില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിന് ആരും ഇങ്ങനെ എടുക്കാറില്ല. ഇപ്പോഴത്തെ തലമുറ ആൾക്കാർക്ക് അറിയില്ല. പഴയ ആൾക്കാർക്കൊക്കെ ഇത് നല്ലവണ്ണം അറിയാം. ഇതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണ വേറെ കറികളെ വേണ്ട, അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളതാണ്. സാധാരണ നമ്മൾ ചീര വയ്ക്കുന്ന പോലെ അരിഞ്ഞ് പറക്കി വയ്ക്കുക. പിന്നെ ഇതിൽ കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട. ഇതിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. വേറെ കറിയേ വേണ്ട. ഈ ചോറിൻ്റെ കൂടെ ഈ